നമസ്തേ. ആത്മീയതയിലായാലും ഭൗതിക ജീവിതത്തിലായാലും ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ, ഉയരങ്ങളിലേക്ക് പറന്നുയരണമെങ്കിൽ നമ്മെ എന്താണോ താഴേക്ക് വലിക്കുന്നത് അവ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആത്മീയതയിലായാലും ജീവിതത്തിലായാലും ഉയരങ്ങളിലേക്ക് പോകുന്ന മനുഷ്യർ ഒഴിവാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരക്കാരുടെ ചില ഗുണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് സെൻ ഗുരുക്കന്മാരുടെ ഉപദേശത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രമാണ് ആത്മീയമായിട്ടും അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഉയരത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി തന്നെ പറയാം. ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്, ഐ വാണ്ട് ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം വേണം. അപ്പോൾ ഗുരു മറുപടി പറയുകയാണ്, ഫസ്റ്റ് റിമൂവ് ഐ അഥവാ എനിക്ക് എന്നുള്ളത് ഒഴിവാക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് ഈഗോ, അത് ഈഗോയാണ്. ഐ വാണ്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വേണം എന്ന് പറയുന്ന സമയത്ത് ഐ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ളത് ഒഴിവാക്കുമ്പോൾ ബാക്കി എന്താണ് വരുന്നത്? സന്തോഷം വേണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഗുരു കൂട്ടിച്ചേർക്കുകയാണ്, ഇപ്പോഴെന്താണ് റിമെയിൻ ചെയ്യുന്നത്? സന്തോഷം വേണം അല്ലെങ്കിൽ വാണ്ട് ഹാപ്പിനെസ് എന്നുള്ളതാണ്. ഇനി വാണ്ട് അല്ലെങ്കിൽ വേണം എന്നുള്ളത് ഒഴിവാക്കുക. കാരണം വാണ്ട് അല്ലെങ്കിൽ വേണം എന്നുള്ളത് ഡിസയർ ആണ്, ആഗ്രഹമാണ്. പിന്നീട് ഗുരു തിരിച്ച് ചോദ്യകർത്താവിനോട് ചോദിക്കുകയാണ്, വാട്ട് റിമൈൻസ് നൗ? ഇനി എന്താണ് അവശേഷിക്കുന്നത്? ഐയും വാണ്ടും അല്ലെങ്കിൽ എനിക്ക് വേണം എന്നുള്ള ഈഗോയും ഡിസയറും റിമൂവ് ചെയ്തപ്പോൾ ബാക്കിയുള്ളത് ഹാപ്പിനെസ് മാത്രമാണ് അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് മാത്രമാണ്. സോ ഈഗോയും ഡിസയർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സന്തോഷം വരുന്നു എന്നുള്ളത് ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ഒരു ചിന്തയാണ്. അല്ലെങ്കിൽ സെൻ എന്ന് പറയുന്നത് ജാപ്പനീസ് ഫോം ഓഫ് ബുദ്ധിസമാണ്. ഇവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഈഗോ, മൂന്നക്ഷര വാക്കാണ്, EGO എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവം, അഹംഭാവം. ഇവിടെ ബുദ്ധിസത്തിലെ അല്ലെങ്കിൽ സെൻ സ്കൂൾ ഓഫ് തോട്ടിലെ ഈഗോയും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ ഈഗോയും നമ്മൾ വേർതിരിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ബുദ്ധിസത്തിലെ ഈഗോ എന്ന് പറയുന്നത് ഞാനെന്നുള്ള ഭാവമാണ്. അതിനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് അവർ കാണുന്നത്. ഈ ഞാനെന്നുള്ള ഈഗോ എന്ന് പറയുന്ന ഷെല്ല് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് യഥാർത്ഥ നമ്മളുടെ മനുഷ്യൻ പുറത്താകുന്നു എന്നുള്ളതാണ്. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈഗോയെ ശക്തമാക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഈഗോയെ ശക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പല ചികിത്സാ രീതികളുടെയും അല്ലെങ്കിൽ തെറാപ്പികളുടെയും ഒക്കെ ലക്ഷ്യം തന്നെ. അദ്ദേഹം ഉപയോഗിച്ച ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ 3 ഭാവങ്ങളിൽ, ഒന്ന് ഇഡ്, പിന്നീടുള്ളത് ഈഗോ, പിന്നീടുള്ളത് സൂപ്പർ ഈഗോ. ഇഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പൾസസ് അല്ലെങ്കിൽ വിചാരമില്ലാതെ ഉള്ള പ്രവർത്തികൾ, ഇൻസ്റ്റിങ്സ്, വാസനകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഒരു ഭാഗമാണ്. ഇതെപ്പോഴും പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും അതിന് സുഖമാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഒരു സാധനം ഭക്ഷിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് അനുവാദമില്ലാത്തതാണെങ്കിൽ പോലും എടുത്തു ഭക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഭാവം. മറ്റുള്ളവരുടേത് അപഹരിച്ചിട്ടായാലും മോഷ്ടിച്ചിട്ടാണെങ്കിലും എനിക്ക് സുഖിക്കണം എന്നുള്ള ഹെഡോണിസ്റ്റിക് പ്രിൻസിപ്പിളിൽ അല്ലെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിളിലാണ് ഇഡ് വർക്ക് ചെയ്യുന്നത്. ഈ ഇഡിനനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ സമൂഹവുമായിട്ട് ഒത്തുചേരാൻ പറ്റാത്ത വിധത്തിലെത്തുകയും പ്രോബബ്ലി നമ്മുടെ ഇന്നത്തെ സോഷ്യൽ സിനാരിയോയിലാണെങ്കിൽ ജയിലിലാവുകയും ചെയ്യും. എന്നാൽ അതേസമയം സൂപ്പർ ഈഗോ ഉണ്ട്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സൈറ്റൻ സിമ്പിൾ ആണെങ്കിൽ ഈഗോയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഏഞ്ചൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗുണങ്ങളുമാണ് സൂപ്പർ ഈഗോ കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊറാലിറ്റി പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നു. അതായത് നേരത്തെ അപഹരിക്കണമെന്നായിരുന്ന ആഗ്രഹമെങ്കിൽ ഈ സമയത്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, മോറൽസിന്റെ ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരാൾ ജയിലിലാകും, അല്ലെങ്കിൽ ഒരാൾ സന്യാസത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളിലേക്കും പോകും എന്നുള്ളതാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് അന്നത്തെ സംസ്കാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് ഇത് രണ്ടുമല്ല, ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന ഈഗോയെ കുറിച്ചാണ്. ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മനഃശാസ്ത്രവുമായിട്ട് അന്വേഷിച്ചു പോകുന്ന ആളുകൾ ഈഗോ എന്നുള്ള വാക്ക് കാണാറുണ്ട്. ബട്ട് സ്പിരിച്വാലിറ്റിയിലൂടെ പോകുന്ന സമയത്ത് ഇതിന് രണ്ടിനും രണ്ടർത്ഥമാണ്, 2 ഭാഗങ്ങളിലുള്ള ഈഗോയ്ക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ബുദ്ധിസം അല്ലെങ്കിൽ ജാപ്പനീസ് സ്കൂൾ ഓഫ് സെന്നും ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇനി ബുദ്ധിസത്തിലും സെന്നിലും മാത്രമല്ല നമ്മുടെ പ്രാചീന ഭാരതത്തിൽ വരികയാണെങ്കിലും ഈ ഞാനെന്ന് പറയുന്ന ഭാവത്തിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഞാനെന്നുള്ള ആ ഒരു അഹങ്കാരമാകുന്ന അവസ്ഥയെ ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉയർച്ചയിലേക്ക് പോകാനാകുമെന്നാണ് കരുതി പോരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്.
എവറിത്തിങ്. ആത്മീയതയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഉയർച്ചയിലേക്ക് പോകുന്ന ആളുകൾ ഉപേക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഓവർകം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നാമത്തേതായിട്ടുള്ള ഈഗോ എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ സ്റ്റോറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഡിസയർ എന്ന് പറയുന്നത്. എനിക്ക് വേണം എന്നുള്ള ആ ഒരു അടങ്ങാത്ത ആഗ്രഹത്തിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം കൈവരികയും നമ്മൾ ആത്മീയതയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഉയർന്നു മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതായത് മറ്റുള്ളവൻ്റെത് വേണം, അവനെ പോലെ വേണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. മറിച്ച് നമ്മുടെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഈ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എക്സ്പെക്ടേഷനും ഒക്കെ പല സമയത്തും നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിക്കും. എന്നാൽ നമ്മൾ ആഗ്രഹിക്കാതെ കിട്ടുന്ന സമയത്ത് അത് നമ്മളുടെ സന്തോഷത്തിനെ പതിന്മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. അടുത്തതായിട്ടുള്ളത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്ന സ്വഭാവമാണ്. ഇന്ന് പല മാതാപിതാക്കളും കുട്ടികളെ അവരുടെ മുന്നിലിരുത്തിക്കൊണ്ട് അപ്പുറത്തെ കുട്ടിയെ കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ അവനെ കണ്ടുപഠിക്കുക, അവളെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ തീർച്ചയായിട്ടും ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്ക് ഈ സമയത്ത് അവരുടെ മനസ്സിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമായിട്ടുള്ളത്. അപ്പൊ അവർ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകും. അതായത് ഈ പേരൻസ് തന്നെ ഇത് പറയുന്നത് ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്താണെങ്കിൽ ഇത് കേട്ട് വളരുന്ന കുട്ടിയും ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്തായിരിക്കും. എപ്പോഴും അപരനോട് മത്സരിക്കുക, വിജയിക്കുക എന്നുള്ള വിഷം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് കുത്തിവെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ല. പ്രധാനമായിട്ടും ഇവിടെ കുട്ടികൾ എന്നുള്ളതിലുപരിയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു ഗാർഡിയൻ ഫിഗർ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിൽ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളത്. സോ കമ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല. കാരണം കമ്പാരിസൺ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നാം ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ നമ്മൾക്കൊരു സ്വയം ജഡ്ജ് ചെയ്യുന്നു, ആ ജഡ്ജ്മെന്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എന്നാൽ ചുറ്റിനുള്ള ആൾക്കാരെ ഞാൻ ജഡ്ജ് ചെയ്യുന്നു, അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നതിന്റെ അടിസ്ഥാനത്തിൽ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്നതുമല്ല. കാരണം ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇൻഫീരിയോറിറ്റി ആണ്. അല്ലെങ്കിൽ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്? ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇനി മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞാലോ അത് കോൺഫിഡൻസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനെല്ലാം തികഞ്ഞവനും നീ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത്. നമുക്ക് വേണ്ടത് ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓൾസോ ഓക്കെ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് കമ്പാരിസൺ ഇല്ല. കാരണം നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മളെ പോലെ അവനവനെ തന്നെ തിരിച്ചറിയാനായിട്ട് നമ്മളുടെ വരും തലമുറയ്ക്കും നമ്മൾ ആ വെളിച്ചം പകർന്നു കൊടുക്കുന്നു. അപ്പൊ ആ സമയത്ത് അവനവന്റെ കഴിവ് എന്താണ്, അവനവന്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് ആളുകൾ ചിന്തിക്കും. ഈ കഴിവ് എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരവരുടെ ശരിയായിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പാഷനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും അങ്ങനെ ഉയരത്തിലേക്ക് പോകാനായിട്ടും സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, ഈ കർമ്മത്തെ തിരിച്ചറിഞ്ഞ് വൃത്തിയായി കർമ്മത്തെ ചെയ്യുന്നില്ലെങ്കിൽ മോക്ഷം എന്നതുപോലും കടലിനക്കരെയുള്ള ഒരു കാര്യമായിട്ട് ജീവിതത്തിൽ മുഴുവൻ അവശേഷിക്കുകയും വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് സൈക്ലിങ്ങിന് വിധേയമാകുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വർഗീയമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ കർമ്മത്തിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ ഭൂമിയിൽ മരണശേഷം നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആയിരിക്കുന്ന ജീവിതം സന്തോഷകരമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും ജീവിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ സന്തോഷം എന്നത് ആസക്തിക്ക് പുറകെ പോയി അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സന്തോഷമല്ല, മറിച്ച് ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ മനുഷ്യൻ എങ്ങനെയാണ് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് എന്നുള്ളതിന്റെ വിദ്യയും ജ്ഞാനവും ഈ മനുഷ്യൻ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു അവസരത്തിലാണ് നമുക്ക് സന്തോഷത്തിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ആനന്ദമയമായിട്ടുള്ള ഈ അവസ്ഥ മാത്രമാണ് നമ്മളുടെ ആത്മാവിന് സംതൃപ്തമാകാനായിട്ട് ആവശ്യമുള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. കമ്പാരിസണും ജഡ്ജ്മെന്റും കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആങ്കർ എന്നുള്ളത്. ദേഷ്യം നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ബുദ്ധിസത്തിലും അല്ലെങ്കിൽ സെൻ സ്കൂൾ ഓഫ് തോട്ടിലും ഒക്കെ ഒരുപാട് ചിന്തകളും ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ദേഷ്യത്തിനെ വളരെയധികം വരുതിയിൽ നിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഡീപ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. മുൻപ് ഞാൻ ബ്രീത്തിങ് മെഡിറ്റേഷനെ കുറിച്ച് വിശദീകരിച്ച വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഡീപ്പായിട്ട് ഒന്ന് എക്സ്ഹേൽ ചെയ്ത് നമ്മുടെ ഉള്ളിലെ വായു ശൂന്യമാക്കിയതിന് ശേഷം നമ്മൾ മാക്സിമം ഉള്ളിലേക്ക് എയർ സ്ലോ ആയിട്ട് ഇൻഹേൽ ചെയ്തെടുക്കുകയാണ്.
ചിലർ ചിലപ്പോൾ 5 സെക്കൻഡ് കൊണ്ടായിരിക്കും, ചിലർ 7 സെക്കൻഡ് കൊണ്ടായിരിക്കും. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ ആ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡീപ്പായിട്ട് എയർ എടുക്കുന്നു, നമ്മൾ അത് പറ്റുന്നത് പോലെ ഹോൾഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ സ്ലോ ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് എക്സ്ഹേൽ ചെയ്യുന്നു. അപ്പം നമ്മുടെ ശ്വാസത്തിൽ നമുക്ക് നിയന്ത്രണമുണ്ട്. തീർച്ചയായിട്ടും ചില പ്രത്യേക ആരോഗ്യാവസ്ഥകളിലുള്ളവർക്ക് ഇത് ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടായിരിക്കും. എന്നാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ ഇതേക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീപ് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ ആങ്കർ മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. കാരണം നമ്മുടെ ബ്രെയിനിന്റെ ലിംബിക് സിസ്റ്റം, ഇമോഷണൽ ബ്രെയിൻ ആക്റ്റീവ് ആകുന്ന സമയത്താണ് നമുക്ക് ഈ അമിതമായിട്ടുള്ള കോപവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് കാം ഡൗൺ ചെയ്യാനായിട്ടും നമ്മുടെ ബ്രെയിനിന്റെ ലോജിക്കൽ ഏരിയാസിന് വർക്ക് ചെയ്യാനും ഏകദേശം കുറച്ച് സെക്കൻഡുകൾ കൊടുത്താൽ മതി. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഡീപ് ബ്രീത്തിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറ്റൻഷനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മളുടെ അറ്റൻഷൻ കൊടുക്കുന്നത് ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഷെയിമാണ്. ദേഷ്യത്തിൽ ആരംഭിക്കുന്നത് നാണത്തിൽ അവസാനിക്കുന്നു. അപ്പൊ ഈ ഷെയിം അല്ലെങ്കിൽ ഗിൽറ്റ് അല്ലെങ്കിൽ ഈ വിഷമമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥ വേണോ, സന്തോഷകരമായിട്ടുള്ള അവസ്ഥ വേണോ എന്നുള്ളത് തലച്ചോറിന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഏത് ചോയ്സ് വേണോ എന്നുള്ളത് ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മളെ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യത്തിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ പല ആങ്കർ മാനേജ്മെന്റ് ടെക്നിക്സും ഉണ്ട്. നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റാത്ത ഭാഗത്ത് ഒരു കൊതുക് വന്നിരിക്കുകയാണെങ്കിൽ ദേഷ്യമല്ലാതെ മറ്റൊരു വഴി കണ്ടെത്തേണ്ടി വരുമെന്നാണ് സെൻ ഗുരുക്കന്മാർ തമാശയായിട്ട് പറയുന്നത്. ആങ്കർ മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ വരും വീഡിയോകളിൽ വിശദീകരിക്കാം. എന്തു തന്നെയാണെങ്കിലും ദേഷ്യത്തിനെ അല്ലെങ്കിൽ ആങ്കർ ഇതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് റിഗ്രറ്റ്, വറി അല്ലെങ്കിൽ ഗിൽറ്റ് പോലുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഒരുമിച്ച് പറയാൻ കാരണം ഇതെല്ലാം പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ മേലുള്ള നമ്മളുടെ ദുഃഖം അല്ലെങ്കിൽ കുറ്റബോധങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തുടങ്ങിയ കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ഭൂതകാലത്തിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയില്ല. സോ ബി ഇൻ ദ പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക. ഇതിനോടനുബന്ധിച്ച് ആത്മീയതയിൽ വളരേണ്ട സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. നമ്മളിൽ എല്ലാവരിലും ഏത് സമയത്ത് വേണമെങ്കിലും ആൻസൈറ്റി കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇൻട്രോവേർഡ്സ് ആണെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രോവേർഡ്സിനെക്കാളും ആൻസൈറ്റി കൂടുതലായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ആൻസൈറ്റിയെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി, ഫ്യൂച്ചർ ഈസ് നോട്ട് യെറ്റ് കം. അതായത് ഭാവി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, യു കനോട്ട് ഡു എനിത്തിങ് ഓൺ ദാറ്റ്. ഫ്യൂച്ചർ ഈസ് നോട്ട് യെറ്റ് കം, അവിടെയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. വാട്ട് യു ഹാവ് റൈറ്റ് നൗ, പ്രസന്റ്. ആ പ്രസന്റിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ മാസ്റ്ററി പ്രാപിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കുതിക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ഗിൽറ്റ് അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പശ്ചാത്താപം, നാം തന്നെ ചെയ്ത പ്രവർത്തികളുടെ മേലുള്ള നമ്മളുടെ വിഷമം, തെറ്റായി പോയി എന്നുള്ള ചിന്ത, ഇത് കൃത്യമായിട്ടുള്ള പശ്ചാത്താപം അല്ലെങ്കിൽ ഇനി അത് ചെയ്യില്ല എന്നുള്ള ദൃഢമായിട്ടുള്ള നിശ്ചയമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓവർകം ചെയ്തു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ടുള്ള പശ്ചാത്താപം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾ ചെയ്ത തെറ്റ് തിരുത്താനായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ എലവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങളുടെ ഭയത്തിനപ്പുറത്താണ് എന്നാണ് പറയുന്നത്. ഭയം ഒരു മലയാണ്, നമുക്ക് വേണ്ടത് ഭയത്തിനപ്പുറമുണ്ട്. സോ ഫിയർലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആത്മീയ വളർച്ചയിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആത്മീയതയിൽ മുകളിലേക്ക് ഉയരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയം എന്നത് അവരിൽ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവനവന്റെ പ്രവൃത്തികളുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് സാധിക്കുകയും വേണം. തൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കുകയും തൻ്റെതായിട്ടുള്ള വഴികളിൽ കൺസിസ്റ്റൻസിയോടും സ്റ്റെബിലിറ്റിയോടും കൂടി പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ആത്മീയതയിലും ജീവിതത്തിലും വിജയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബെല്ലി ലാഫിങ് ആത്മീയതയുടെ വേഗത ത്വരിതപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇത് സന്തോഷം ഒരുപാട് നമുക്ക് നൽകുന്നതിലേക്ക് വഴിവെക്കുന്നു. ബെല്ലി ലാഫിങ് യോഗയുടെ ഭാഗമായിട്ട് ചില സമയത്ത് നമുക്ക് കാണാം. അതിലും പ്രധാനമായിട്ട് ബുദ്ധിസത്തില് അല്ലെങ്കിൽ സെൻ ഗുരുക്കന്മാരൊക്കെയാണ് ഈ കാര്യത്തിനെ ഒരുപാട് പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത്. സോ ആത്മീയതയിലേക്ക് ഉയരുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർന്നു പോകുന്ന സമയത്ത് ഭൂരിഭാഗം സമയങ്ങളിലും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന വിലങ്ങുതടിയായിട്ട് വർത്തിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെ ഒഴിവാക്കുന്നവർ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ ഒഴിവാക്കിയവർ ആത്മീയതയിൽ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ യാത്ര തുടരട്ടെ. ലക്ഷ്യത്തെക്കാൾ യാത്ര ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.